ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജ്കുമാർ പ്രശാന്തി. ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമർ 15ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമുക്ക് മോഡൽ വെർബ്സിനെ കുറിച്ച് പഠിക്കാം. മോഡൽ, MODAL. മാതൃക എന്നുള്ള MODE എന്നല്ല, MODAL, മൊഡാലിറ്റിയുടെ മോഡൽ. മോഡൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി, എബിലിറ്റി, പ്രോബബിലിറ്റി, ലൈക്ലിഹുഡ്, കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ഇത് ആശംസകൾ, വിഷസ്, ഇവയൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ മോഡൽ വെർബ്സ് ഉപയോഗിക്കുന്നത്. മോഡൽ വെർബ്സ് എന്ന് പറയുന്നത് ഷാൽ, വിൽ, ഷുഡ്, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് തുടങ്ങിയവയാണ്. പിന്നെ എൻ്റെ കൂടെ ought to എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതങ്ങനെ കോമൺലി യൂസ്ഡ് അല്ല. ought to, ഈ മസ്റ്റിൻ്റെയൊക്കെ ഈക്വലൻ്റായിട്ട് ought to എന്ന് പറഞ്ഞു. യു ought to go, നീ പോകണം. യു മസ്റ്റ് ഗോ എന്ന് പറഞ്ഞാൽ നീ പോകണം. യു ought to go, നീ പോകണം. ആ ought to ഇപ്പോൾ അധികം കാണാറില്ല. ഷാൽ ആൻഡ് വില്ല് നമ്മൾ നേരത്തെ പഠിച്ചു. ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് ഷാലും വില്ല്. ഷാലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ്. ഷാലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ല ഷുഡ് ഉപയോഗിക്കുന്നത്, അതൊരു കമാൻഡിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നീ യു ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ നീ പോകണം. യു ഷുഡ് മീറ്റ് മീ ടുമോറോ എന്ന് പറഞ്ഞാൽ നീ എന്നെ നാളെ കാണണം എന്നൊക്കെ അർത്ഥം വരും. നമുക്ക് പഠിക്കാം. യു മസ്റ്റ് ഒബേ. മസ്റ്റ് ഒരു മോഡൽ വെർബാണ്. അത് ഈ അനുസരിക്കണം, പോകണം, വരണം എന്നൊക്കെ ഒരു ആജ്ഞ, കമാൻഡ്, റിക്വസ്റ്റ് ഒക്കെയാണ്. നമുക്ക് പഠിക്കാം. യു മസ്റ്റ് ഒബേ ദ ഓർഡേഴ്സ് ഓഫ് യുവർ സുപ്പീരിയർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സർക്കാർ കത്തിടപാടുകളിൽ മസ്റ്റ് ഉപയോഗിച്ച് കാണുന്നില്ല. യു മസ്റ്റ് മീറ്റ് മീ എന്ന് ഒരു ചീഫ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സെക്രട്ടറിയോ പറയില്ല, കത്തിൽ പറയില്ല. യു ഷുഡ് മീറ്റ് മീ എന്നേ പറയുള്ളൂ. അതേസമയം സംസാരിക്കുമ്പോൾ ആണെങ്കിൽ യു മസ്റ്റ് മീറ്റ് മീ എന്ന് പറയാം. അദ്ദേഹം കത്തെഴുതുമ്പോൾ, താഴത്തുള്ള ഓഫീസർക്ക് കത്തെഴുതുമ്പോൾ യു ഷുഡ് ഉപയോഗിക്കാറുള്ളൂ. യു മസ്റ്റ് ഉപയോഗിക്കാറില്ല. മസ്റ്റ് സംസാര ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ക്യാൻ, കുഡ് എന്നൊക്കെ പറയുന്നത് എബിലിറ്റി, ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നു. ക്യാൻ പ്രസൻറ്റ് ടെൻസും കുഡ് പാസ്റ്റ് ടെൻസുമാണ്. ഇത് നമുക്ക് വിശദമായിട്ട്, ഇപ്പോൾ ഞാൻ ഓടിച്ച് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി കാണുന്നത് നമുക്ക് വിശദമായിട്ട് ആ ബോർഡിൽ പഠിക്കാം. സുഹൃത്തുക്കളെ, നമുക്ക് മോഡൽ വെർബ്സ് ഷാൽ, വിൽ. ഷാൽ, വിൽ നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഫ്യൂച്ചർ ടെൻസ്. ഈ ഷാലിൻ്റെ പാസ്റ്റ് ടെൻസായിട്ട് ഷുഡ് പറയുമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് കമാൻഡ്, ഡയറക്ഷൻ, ഓർഡർ, അതൊക്കെയാണ്. നിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ, ഒരു ആജ്ഞ ഒക്കെ ഉപയോഗിക്കാനാണ് ഈ ഷുഡ് ഉപയോഗിക്കുന്നത്. വില്ലിൻ്റെ പാസ്റ്റ് ടെൻസായി വുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ഓഫ് വുഡ് തന്നെ. അത് നമുക്ക് പഠിക്കാം. ഇതുകൊണ്ട് ക്യാൻ, കുഡ്, ഇതൊരു മോഡൽ വെർബാണ്. ക്യാൻ, കുഡ്. ക്യാനിൻ്റെ അർത്ഥം കഴിയും, കുഡിൻ്റെ അർത്ഥം കഴിഞ്ഞു, പാസ്റ്റ് ടെൻസാണ്. ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസാണ് കുഡ്. ഇത് സൂചിപ്പിക്കുന്നത് എബിലിറ്റിയാണ്, ഒരാളുടെ കഴിവ്. എനിക്കത് ചെയ്യാൻ കഴിയും എങ്കിൽ ക്യാൻ ഉപയോഗിക്കണം. ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് കുഡാണ്. ഇനി വേറൊരു മോഡൽ വെർബാണ് മേ. MAY, മേ ഉപയോഗിക്കുന്നത് ലൈക്ലിഹുഡ്, പ്രോബബിലിറ്റിയാണ്, സാധ്യതകൾ, സംഭവിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ റിക്വസ്റ്റ്, കമാൻഡ്, ഇതിനെല്ലാം മേ ഉപയോഗിക്കാം. അതെപ്പോഴും നമുക്ക് പഠിക്കാം. മേ ഉപയോഗിക്കുന്നത് പ്രോബബിലിറ്റി, ലൈക്ലിഹുഡ്, റിക്വസ്റ്റ്, കമാൻഡ്, ഇതിനൊക്കെ മേ ഉപയോഗിക്കാം. മേയുടെ പാസ്റ്റ് ടെൻസാണ് മൈറ്റ്. പാസ്റ്റ് ടെൻസ് ഓഫ് മേ ഇവിടെ പഠിച്ചിട്ടുണ്ട്. മസ്റ്റ് ഒരു മോഡൽ വെർബാണ്. മസ്റ്റ് എന്ന് പറയുന്നത് ഓർഡർ, കമാൻഡ്, ഡയറക്ഷനാണ്. ഇത് കത്തിടപാടുകളിൽ മസ്റ്റ് ഉപയോഗിക്കാറില്ല. നേരത്തെ പറഞ്ഞു, ഷുഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. സംസാര ഭാഷയിൽ മസ്റ്റും കത്തിടപാടുകളിൽ ഷുഡും ഉപയോഗിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. നമുക്ക് ഈ ക്യാൻ ആദ്യം പഠിക്കാം. ഷാലും വില്ലും ആദ്യം പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അത് പഠിപ്പിക്കുന്നില്ല. ക്യാൻ എന്താണ്? ഇതാ നോക്കൂ. എബിലിറ്റി, ഒരാളുടെ എബിലിറ്റി സൂചിപ്പിക്കുന്നത്, കഴിവിനെ സൂചിപ്പിക്കുന്നതാണ് ക്യാൻ. ഐ ക്യാൻ മൂവ് ദിസ് ഹെവി ബോക്സ്. ഒരാൾ പറയണം, ഞാൻ പറയണം, ഐ ക്യാൻ മൂവ് ദിസ് ഹെവി ബോക്സ്. എനിക്ക് ഈ ഭാരമേറിയ പെട്ടി നീക്കാൻ കഴിയും. എനിക്ക് ഭാരമേറിയ പെട്ടി നീക്കാൻ കഴിയും. ഈ ക്യാനെടുത്ത് ഇപ്പുറത്ത് വന്നാലോ, ക്യാൻ ഐ മൂവ് ദിസ് ഹെവി ബോക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നീക്കാൻ കഴിയുമോ ചോദ്യമാവും. ഇത് അസർട്ടീവ് ടെൻസാണ്, മൂഡാണ്, അസർട്ടീവ് മൂഡ്. ഇതൊരു സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്. ഐ ക്യാൻ മൂവ് ദിസ് ഹെവി ബോക്സ്. അതിൻ്റെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ക്യാൻ ഐ മൂവ് ദിസ് ഹെവി ബോക്സ് എന്ന് പറഞ്ഞാൽ അത് ചോദ്യമായി. എനിക്കിത് നീക്കുവാൻ കഴിയുമോ? ഈ ഭാരമേറിയ പെട്ടി എനിക്ക് നീക്കുവാൻ കഴിയുമോ? അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ഐ കുഡ് മൂവ് ദിസ് ഹെവി ബോക്സ്. എനിക്ക് ഈ പെട്ടി നീക്കാൻ കഴിഞ്ഞു. പാസ്റ്റ് ടെൻസാണ്.
അതും നമുക്ക് കുഡ് ഐ മൂവ് ദിസ് ഹെവി ബോക്സ് എന്ന് പറഞ്ഞാൽ നീക്കാൻ കഴിഞ്ഞുവോ എന്നും വരാം. അതവിടെ നിൽക്കട്ടെ. ഇത്രയാണ്. ഇനി ഇതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഐ ക്യാൻ മൂവ് ദിസ് ഹെവി ബോക്സ്, എനിക്ക് നീക്കാൻ കഴിയും. ക്യാൻ ഐ മൂവ് ദിസ് ഹെവി ബോക്സ്, എനിക്ക് നീക്കാൻ കഴിയുമോ? ഐ കുഡ് മൂവ് ദിസ് ഹെവി ബോക്സ്, എനിക്ക് ഭാരമേറിയ പെട്ടി നീക്കാൻ കഴിഞ്ഞു. കുഡ് ഐ മൂവ് ദിസ് ഹെവി ബോക്സ്, എനിക്ക് നീക്കാൻ കഴിഞ്ഞുവോ? അതാണ് അതിൻ്റെ നോർമൽ അർത്ഥം. ഇനി നമുക്ക് വളരെ വിചിത്രമായ ഒരു ഇത് പഠിക്കാം. നമ്മൾ സംസാര ഭാഷയിലേക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരാളിനോട് 5000 രൂപ കടം ചോദിക്കുകയാണ്. അത് ചോദിക്കുന്ന ഒരു നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ഒരു സായിപ്പാണെന്ന്, ഒരു ഫോറിനർ, ഇംഗ്ലീഷിൻ്റെ അങ്ങേറ്റം അറിയാവുന്ന സായിപ്പിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് വിചാരിക്കും. ക്യാൻ യു ഗിവ് മീ ₹5,000 ആസ് ലോൺ? ഞാൻ ചോദിക്കുകയാണ്, ക്യാൻ യു ഗിവ് മീ ₹5,000 ആസ് ലോൺ? 5,000 rupees എനിക്ക് കടം തരാൻ കഴിയുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഇംഗ്ലീഷ് നല്ല അറിയാവുന്ന സായിപ്പ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ മനസ്സിലാക്കുന്ന അർത്ഥം നിങ്ങൾക്ക് 5000 രൂപ കടം തരാൻ കഴിയുമോ എന്നാണ്. കടം ചോദിക്കുന്നതായിട്ട് അയാൾ മനസ്സിലാക്കില്ല. കടം തരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന് അർത്ഥം വരുന്നത്. അപ്പോൾ അയാൾ പറയും, കടം തരാൻ, യെസ് ഐ ഹാവ് 10,000 rupees so that I can give you 5,000 rupees but I will not give you, I shall not give you എന്ന് പറയും. എന്ന് വെച്ചാൽ കടം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? എൻ്റെ വ്യത്യാസം മനസ്സിലായോ? ക്യാൻ യു ഗിവ് മീ 5,000 rupees ആസ് ലോൺ എന്ന് ചോദിച്ചാൽ ഒരു സായിപ്പ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് അറിയാൻ നല്ല പരിജ്ഞാനമുള്ള ഒരാൾ പറയും, യെസ് ഐ ക്യാൻ ഗീവ് യു 5,000 rupees. എൻ്റെ കയ്യിലിപ്പോൾ ഒരു 15,000 രൂപയുണ്ട്, അതുകൊണ്ട് 5,000 രൂപ കടം തരാൻ കഴിയും, എന്നെക്കൊണ്ട് കഴിയും. പക്ഷേ കടം തരാൻ മനസ്സില്ല, സൗകര്യമില്ല. ആ ചോദ്യത്തിൻ്റെ തെറ്റ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കുഴപ്പം വന്നത്. പൊളൈറ്റല്ല ഒന്നാമത്. എനിക്ക് 5,000 രൂപ കടം തരാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ യു എന്ന് ചോദിക്കരുത്. കുഡ് യു ഗിവ് മീ ₹5,000 ആസ് ലോൺ എന്ന് പറഞ്ഞാൽ നല്ല ഗുഡ് ഇംഗ്ലീഷായി. ഇവിടെ ക്യാൻ യു ഗിവ് മീ 5,000 rupees എന്ന് ചോദിച്ചാൽ തരാൻ കഴിയുമോ? കഴിയും, പക്ഷേ തരാൻ ഉദ്ദേശമില്ല, തരാൻ എനിക്ക് മനസ്സില്ല, ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല. Can you give me 5,000 rupees? Yes, I can give you because I have 10,000 rupees now in my purse. എൻ്റെ പേഴ്സിൽ 10,000 രൂപയുണ്ട്, വേണമെങ്കിൽ തരാം. പക്ഷേ I won't give you, ഞാൻ തരില്ല, ഞാൻ ആർക്കും കടം കൊടുക്കുന്ന പതിവില്ല. ആ ക്യാൻ യു ഗീവ് മീ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ആ കുഴപ്പം വന്നത്. അതുകൊണ്ട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? കുഡ് യു ഗിവ് മീ ₹5,000 ആസ് ലോൺ? വളരെ പൊളൈറ്റാണ്, ഗുഡ് ഇംഗ്ലീഷാണ്. കണ്ടോ? കുഡ് യു ഗിവ് മീ ₹5,000 ആസ് ലോൺ എന്നൊരു നല്ല ഇംഗ്ലീഷ് അറിയുന്നിടത്ത് ചോദിച്ചാൽ അയാൾ ഒന്നുകിൽ പറയും, യെസ് ഐ വിൽ ഗീവ് യു 5,000 rupees, അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ല പിന്നെ തരാം എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു 5,000 rupees കടം ചോദിക്കുന്നുവെങ്കിൽ ക്യാൻ യു ഗിവ് മീ 5,000 rupees ചോദിക്കരുത്, കുഡ് യു ഗിവ് മീ ₹5,000 ആസ് ലോൺ. എങ്കിൽ അയാൾ ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ക്യാൻ യു ഗിവ് മീ എന്ന് ചോദിച്ചാൽ തരാനുള്ള കഴിവ് എനിക്കുണ്ട്, പക്ഷേ തരാൻ സൗകര്യമില്ല എന്നുള്ള അർത്ഥം വരും. അങ്ങനെ പറയാൻ അയാൾക്ക്. അതുപോലെ ഒരാളൊരു പുതിയ കാർ വാങ്ങിച്ചു, പുതിയ കാറാണ്, 4 wheel ഡ്രൈവും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും ഒക്കെ. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കണം, ക്യാൻ ഐ യൂസ് യുവർ കാർ ഫോർ 2 days? താങ്കളുടെ കാർ 2 ദിവസം എനിക്കൊന്ന് ഉപയോഗിക്കാൻ തരുമോ എന്നാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ്, ക്യാൻ ഐ യൂസ് യുവർ കാർ ഫോർ 2 days? പക്ഷേ കേൾക്കുന്ന ആളിന് മനസ്സിലാക്കുന്നത് എന്താണ്? എനിക്ക് ഈ കാർ ഉപയോഗിക്കാൻ കഴിയുമോ? അപ്പോൾ അയാൾ പറയുന്നത് എന്തായിരിക്കും? ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ യൂസ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ യൂസ് 4 wheel ഡ്രൈവ് കാർ, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ യൂസ് ഓട്ടോമാറ്റിക് കാർ എന്നൊക്കെ അയാൾക്ക് പറയാം. കാരണം കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ കാർ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? കഴിയാൻ സാധ്യതയില്ല, കാരണം അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, അല്ലെങ്കിൽ 4 wheel ഡ്രൈവാണ് എന്നൊക്കെ മറ്റേ ഉത്തരം പറയും. ഞാൻ ചോദിച്ച കഴിയുമോ എന്നല്ല, എനിക്ക് കാറൊന്ന് ഉപയോഗിക്കാൻ തരുമോ എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ ആ ഉദ്ദേശം പ്രകടിപ്പിക്കണമെങ്കിൽ കുഡ് ഐ യൂസ് യുവർ കാർ ഫോർ 2 days എന്ന് ചോദിക്കണം. മനസ്സിലായോ? കുഡ് ഐ യൂസ് യുവർ കാർ ഫോർ 2 days? അപ്പോൾ മറ്റേ ആൾ പറയും, യെസ് ഓക്കെ പ്ലീസ് ടേക്ക് ദ കാർ ഫോർ 2 days എന്ന് പറയും. നിങ്ങൾ എൻ്റെ കാർ എടുത്തോളൂ, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതി എന്ന് പറയും. ക്യാൻ ഐ യൂസ് യുവർ കാർ ഫോർ 2 days എന്ന് പറഞ്ഞാൽ അയാൾ വേറെ വല്ലതൊക്കെ പറയും. യു കനോട്ട് യൂസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എല്ലാവർക്കും ഓടിക്കാൻ പറ്റില്ല. സാധാരണ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് നമ്മളൊക്കെ ഓടിക്കുന്നത്. അയാൾ ഇരിക്കുന്ന കാർ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും. നോ യു കനോട്ട് യൂസ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, അല്ലെങ്കിൽ യു കനോട്ട് യൂസ് 4 wheel ഡ്രൈവ് കാർ, യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് യൂസിങ് ദാറ്റ് കാർ എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? ഈ ക്യാൻ ഐ യൂസ് എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ വളരെ പൊളൈറ്റായിട്ട് ചോദിക്കേണ്ടത് കുഡ് ഐ യൂസ് യുവർ കാർ ഫോർ 2 days? അപ്പോൾ അയാൾ പറയും, യെസ് ഐ വിൽ ഗീവ് യു മൈ കാർ. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നോ ഐ വോണ്ട് ഗീവ് മൈ കാർ ടു എനിബഡി എൽസ്. 2 ഉത്തരം വരാം, ഒന്നുകിൽ തരും അല്ലെങ്കിൽ തരില്ല.
അടുത്ത ഫോണിൽ കൂടെ ഒരാൾ ചോദിക്കണം, ഫോൺ വിളിച്ചിട്ട് ചോദിക്കണം, ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ? മറ്റേ ആൾ പറയും, ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ ഗെറ്റ് മിസ്റ്റർ സോമൻ. നിങ്ങൾക്ക് സോമനെ കിട്ടുമോ എന്നൊക്കെ എനിക്കങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കും. വേണമെങ്കിൽ ചോദിക്കാം, അങ്ങനെ ചോദിക്കുമെന്നല്ല, ഈ ചോദ്യത്തിന് അങ്ങനെ പറയാം. പക്ഷേ പൊളൈറ്റായിട്ട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? കുഡ് ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ? ഫോൺ വിളിച്ചിട്ട്, ഹലോ ഈസ് ഇറ്റ് മിസ്റ്റർ തോമസ്? യെസ്. കുഡ് ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ എന്ന് വേണം ചോദിക്കാൻ. ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ എന്ന് ചോദിച്ചാൽ അർത്ഥമൊക്കെ മാറിപ്പോകും. എനിക്ക് സോമനെ കിട്ടാൻ കഴിയുമോ? നിങ്ങൾക്ക് കിട്ടാൻ കഴിയുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ, അത് നിങ്ങൾ ശ്രമിച്ചു നോക്കണമെന്നൊക്കെ വേണമെങ്കിൽ മറ്റേ ആൾ പറയും. അപ്പോൾ അതേസമയം കുഡ് ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ, അതാണ് കറക്റ്റ് ഇംഗ്ലീഷ്. ഫോണിൽ കൂടെ ഒരു സോമൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് കുഡ് ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ പ്ലീസ്, പ്ലീസും ചേർക്കാം. കുഡ് ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ പ്ലീസ്. മറ്റേ ആൾ പറയും, യെസ് ഐ വിൽ കണക്ട് യു, ഐ വിൽ കണക്ട് സോമൻ ടു യു എന്ന് പറയും. സോമനെ വിളിച്ചു തരും. ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ എന്ന് പറഞ്ഞാൽ നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആളാണെങ്കിൽ വിളിച്ചു തരില്ല, തരും, അത് ഇപ്പോഴത്തെ ഇതുപോലെ ഇരിക്കും. പക്ഷേ അത് കറക്റ്റ് ഇംഗ്ലീഷ് കുഡ് ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻ ഐ ഗെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടാൻ കഴിയുമോ, നിങ്ങൾക്ക് കഴിയുമോ ഇല്ലെന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ. അതുകൊണ്ട് അവിടെ കുഡ് ഐ ഗെറ്റ് മിസ്റ്റർ സോമൻ. അപ്പോൾ അയാൾ സോമനെ വിളിച്ച് ഫോണിൽ കണക്ട് ചെയ്ത് തരും. ഇത് നമ്മൾ പഠിച്ച ഷുഡ്, ഇതൊരു മോഡൽ വെർബാണ്. ഇത് യു ഷുഡ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് ടുമാറോ. ഒരു സീനിയർ ഓഫീസർ ജൂനിയർ ഓഫീസറോട് പറയാണ്, ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറയണം, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്രട്ടറി ചീഫ് എഞ്ചിനീയറോട് പറയണം, യു ഷുഡ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് ടുമാറോ, നാളെ തന്നെ തരണം. ടുമോറോ ഇറ്റ് സെൽഫ് എന്നും കൂടെ ചേർക്കാൻ വേണമെങ്കിൽ, ഇറ്റ് സെൽഫ് നാളെ തന്നെ. യു ഷുഡ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ തരണം. യു ഷുഡ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് ടുമോറോ ഇറ്റ് സെൽഫ് എന്നും കൂടെ ചേർത്താൽ നാളെ തന്നെ തന്നിരിക്കണം. അവിടെ യു ഷുഡ് എന്ന് പറഞ്ഞ ഒരു മോഡൽ വെർബാണ്, അതൊരു കമാൻഡാണ്, ഓർഡറാണ്, ഡയറക്ഷനാണ്. ഇവിടെയും ഇത് രണ്ടും ഒരു വ്യത്യാസവുമില്ല. യു മസ്റ്റ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് ടുമോറോ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ യു മസ്റ്റ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് ടുമോറോ, നാളെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരിക്കണം, നാളെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരിക്കണം. രണ്ടും ഒന്ന് തന്നെ. പക്ഷേ ഈ ഷുഡും മസ്റ്റും, ഷുഡ് കറസ്പോണ്ടൻസി റിട്ടൺ ഇംഗ്ലീഷിലേ വരുള്ളൂ. ലെറ്ററുകളിലെല്ലാം ഷുഡും വരും, സംസാരിക്കുമ്പോൾ മസ്റ്റും വരും. ഒരു ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് യു മസ്റ്റ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് ടുമോറോ എന്ന് പറഞ്ഞ് കത്ത് എഴുതൂല, യു ഷുഡ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് എന്നേ പറയാറുള്ളൂ. എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല അവിടെ. പക്ഷേ യു ഷുഡാണ് കോമൺലി യൂസ്ഡ്. സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ യു മസ്റ്റ്, ഓഫീസിൽ വിളിച്ച് വരുത്തിയിട്ട് നാളെ തന്നെ എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ യു മസ്റ്റ് സബ്മിറ്റ് ദ എസ്റ്റിമേറ്റ് ടുമോറോ എന്ന് പറയണം. മോഡൽ വർക്ക്സ് മേ മൈറ്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകണം. മേ മൈറ്റ്, മേ പാസ്റ്റ് പ്രസൻറ്റ് ടെൻസ്, മൈറ്റ് പാസ്റ്റ് ടെൻസ് ആണ് എന്നാണ്. എന്നാലും ഇത് പ്രസൻറ്റും പാസ്റ്റും ഒന്നും നമുക്ക് അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് നോക്കിക്കോളൂ. മേ ഉപയോഗിക്കുന്ന മോർ ലൈക്ക്ലി, വളരെ സാധ്യതയുണ്ടെങ്കിൽ മേ ഉപയോഗിക്കും. മൈറ്റ് ലെസ് ലൈക്ക്ലി, ചെറിയ സാധ്യതയുള്ളെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നോക്കിക്കോളൂ. ഇറ്റ് മേ റെയിൻ. ഒരാൾ വെളിയിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് അന്തരീക്ഷം മൂടിക്കെട്ടി കിടക്കണം, കറുത്തിരുണ്ട് കിടക്കണം, മഴ പെയ്യുന്ന ഉറപ്പാണ് എങ്കിൽ ഇറ്റ് മേ റെയിൻ എന്ന് പറയാം. അവിടെ മോർ ലൈക്ലിഹുഡാണ്, പ്രോബബിലിറ്റി കൂടുതലാണ്, ഷുവറാണ്. കണ്ട, ഇറ്റ് മേ റെയിൻ. അതുപോലെ വെളിയിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ചെറിയ കാർമേഘമൊക്കെ ഉള്ളൂ, മൂടിക്കെട്ടി കിടക്കുന്നില്ല, പെയ്യാൻ സാധ്യത ഉണ്ട് എങ്കിൽ ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറയാം. നോട്ട് ആസ് മച്ച് ഷുവർ. ഡാം ഷുവർ ആണെങ്കിൽ ഇറ്റ് മേ റെയിൻ. ഇറ്റ് മേ റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും, 2-3 മിനിറ്റിനകം മഴ പെയ്തിരിക്കും. കാരണം അത്ര കറുത്ത് ഇരുണ്ട് കിടക്കുന്നെങ്കിൽ ഇറ്റ് മേ റെയിൻ. അത്രയ്ക്ക് കറുത്ത് ഇരുണ്ട് കിടക്കാതെ ഒരു സാധ്യത കുറവായിട്ടാണെങ്കിൽ ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറയാം. അതാണ് മേയും മൈറ്റും തമ്മിൽ ഇവിടുത്തെ വ്യത്യാസം. ഇതൊക്കെ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്. നല്ല ഷുവറാണെങ്കിൽ ഇറ്റ് മേ റെയിൻ എന്ന് പറയാം. മഴ പെയ്തിരിക്കും. ഇറ്റ് മേ ഷുവർ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് മഴ പെയ്തിരിക്കണം. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ നോട്ട് ആസ് മച്ച് ഷുവർ, പെയ്യാതിരിക്കാം, കാലാവസ്ഥ പ്രവചനക്കാർ പറയും പോലെ. അതാണ് ആ മെയ് മൈറ്റ് അവിടുത്തെ വ്യത്യാസം. ഇനി മേയുടെ ഒരു റിക്വസ്റ്റ് കമാൻഡൊക്കെ ഉണ്ട്. ഇതിന് മാത്രമല്ല, ലൈക്ലിഹുഡിനല്ല, റിക്വസ്റ്റിനും കമാൻഡിനും ഉപയോഗിക്കാം. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വന്ന് നിന്നിട്ട് സാറകത്തുനിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, മേ ഐ ഗെറ്റ് ഇൻ സാർ എന്ന് ചോദിച്ചാൽ അത് റിക്വസ്റ്റാണ്. മേ ഐ ഗെറ്റ് ഇൻ. അപ്പം സാറിന് വേണമെങ്കിൽ യെസ് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, യു മേ ഗോ നൗ. ഇപ്പം കയറണ്ട, യു മേ ഗോ നൗ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം വേറൊരാൾ പറയണം, നീ ഇപ്പം പൊയ്ക്കോ, ഒരു കമാൻഡാണ്. യു മേ ഗോ നൗ, അവിടെ അത് കമാൻഡാണ്. അവിടെ യു മസ്റ്റ് ഗോ എന്നൊന്നും പറയണ്ട, യു ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ യു മേ ഗോ, നീ അങ്ങ് പൊയ്ക്കോ, ഇപ്പം കയറണ്ട എന്നുള്ള അർത്ഥമാണ്. യു മേ ഗോ നൗ, അതൊരു കമാൻഡാണ്. മനസ്സിലായോ? റിക്വസ്റ്റിനും കമാൻഡിനും മേ ഉപയോഗിക്കാം. മേ ഐ ഗെറ്റ് ഇൻ, യെസ് പ്ലീസ് ഗെറ്റ് ഇൻ എന്ന് പറയാം. അല്ലെങ്കിൽ യു മേ ഗോ, ഇപ്പം നീ ക്ലാസ്സിൽ കയറണ്ട, പൊയ്ക്കോളാൻ പറയും.
അതൊരു കമാൻഡാണ്, സാറിൻ്റെ കമാൻഡാണ് കുട്ടിയോട്, സ്റ്റുഡൻറ്റിനോട്. യു മേ ഗോ നൗ. അപ്പോൾ ഈ മേ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, മേ പെർഫെക്റ്റ് ടെൻസ്. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഓർമ്മിക്കണം. ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആവും, അത് ചെയ്ത് തീർത്തിരിക്കും എന്നൊക്കെയുള്ള പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒന്ന് റീകളക്ട് ചെയ്ത് വേണം. ഒരാൾ ട്രെയിനിൽ പോയി, ഒരാളുടെ മകൻ അല്ലെങ്കിൽ അനന്തരവനോ അനിയനോ ട്രെയിനിൽ പോയിരിക്കണം. അപ്പോൾ ഇപ്പോൾ അയാൾ ഒരു കണക്ക് കൂട്ടുമ്പോൾ ആലുവയിൽ എത്തിയിരിക്കാം. ഈ സമയത്ത് ആലുവയിൽ എത്തിയിരിക്കാം, അതിന് നല്ല ഇംഗ്ലീഷിൽ പറയേണ്ടത് ഹീ മേ ഹാവ് റീച്ച്ഡ് ആലുവ നൗ. വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ വിൽ ഹാവിനെക്കാട്ടി നല്ലത് ഈ മേ ഹാവ് റീച്ച്ഡ് ആലുവ നൗ എന്ന് പറഞ്ഞാൽ അയാൾ ആലുവയിൽ എത്തിച്ചേർന്നിരിക്കാൻ സാധ്യതയുണ്ട്, എത്തിയിരിക്കാം എന്നുള്ളതാണ്. അത് പ്രസൻറ്റ് ആണ് മേയുടെ. ഇനി അതിൻ്റെ പാസ്റ്റ് വരാം. ആലുവയിൽ ഇപ്പോൾ എത്തുമെങ്കിൽ അരമണിക്കൂർ മുമ്പ് എറണാകുളത്ത് എത്തിയിരിക്കും. ഇവിടെ നിന്ന് പോവുകയാണ്, തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ആൾ ആലുവയിൽ ഇപ്പോൾ എത്തിയിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അരമണിക്കൂർ മുമ്പ് എറണാകുളത്ത് എത്തിയിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ പറയാണ്, എൻ്റെ മോൻ ട്രെയിനിൽ കയറി പോയിട്ട് കുറേ നേരമായി, 5-6 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വൈഫിനോടോ ആദ്യത്തെങ്കിലും പറയണം, ഹി മേ ഹാവ് റീച്ച്ഡ് ആലുവ നൗ. അവൻ ആലുവയിൽ എത്തിക്കാണും. അവൻ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭാഷ ഇതാണ്, ഹി മേ ഹാവ് റീച്ച്ഡ് ആലുവ നൗ. വീണ്ടും പറയാം, ഹി മൈറ്റ് ഹാവ് റീച്ച്ഡ് എറണാകുളം ബിഫോർ ഹാഫ് ആൻ അവർ. ഇപ്പം ആലുവ എത്തിക്കാണും, അരമണിക്കൂർ മുമ്പ് എറണാകുളത്ത് എത്തിക്കാണുമായിരിക്കും. അത് പാസ്റ്റ് ടെൻസ് ആണ്. ഹി മേ ഹാവ് റീച്ച്ഡ് ആലുവ നൗ. അവൻ ആലുവയിൽ എത്തിച്ചേർന്നിരിക്കാൻ സാധ്യതയുണ്ട്, എത്തിച്ചേർന്നിരിക്കും. ഹി മൈറ്റ് ഹാവ് റീച്ച്ഡ് എറണാകുളം ബിഫോർ ഹാഫ് ആൻ അവർ. ഈ അരമണിക്കൂറിന് മുമ്പേ അവൻ എറണാകുളത്ത് ചേർന്നിരിക്കുമായിരുന്നു എന്നൊക്കെ എൻ്റെ മലയാളത്തിൽ പറയാം. മലയാളത്തിൽ കറക്റ്റ് പറയാൻ പ്രയാസമാണ്. ഇത് അവൻ ആലുവയിൽ ഇപ്പോൾ എത്തിച്ചേർന്ന് കാണും. ഇത് അവൻ അരമണിക്കൂർ മുമ്പ് എറണാകുളത്ത് എത്തിച്ചേർന്നിരിക്കുമായിരുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ്. മനസ്സിലായോ? ഹി മേ ഹാവ് റീച്ച്ഡ് ആലുവ നൗ. ഇപ്പോൾ അവൻ ആലുവയിൽ എത്തിക്കാണും. പറഞ്ഞത് 10 മണിക്കാണെന്ന് വെച്ചോളൂ. എങ്കിൽ 9:30 എറണാകുളത്ത് എത്തിയിരിക്കും. ആലുവയിൽ 10 മണിക്ക് എത്തണമെങ്കിൽ 9:30 എറണാകുളത്ത് എത്തിയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 10 മണിക്കാണ് പറയുന്നത്. ഹി മേ ഹാവ് റീച്ച്ഡ് ആലുവ നൗ. ഹി മൈറ്റ് ഹാവ് റീച്ച്ഡ് എറണാകുളം ബിഫോർ ഹാഫ് ആൻ അവർ. അത് രണ്ടും ഒന്ന് പ്രത്യേകം പഠിച്ചിരുന്നത് വളരെ നല്ലതാണ്. ഇത് പ്രസൻറ്റ്, ഇത് പാസ്റ്റുമാണ്. ഇപ്പോൾ ആലുവയിൽ എത്തിക്കാണും, അരമണിക്കൂർ മുമ്പ് എറണാകുളത്ത് എത്തിക്കാണുമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മേ പ്ലസ് ഹാവ്, മൈറ്റ് പ്ലസ് ഹാവ്. മേ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്, അത് ഓർമ്മിക്കണം. മേ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മോഡൽ വെർബ്സ് വുഡിൻ്റെയും കുഡിൻ്റെയും കൂടെ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെച്ച് ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ഉണ്ട്. അത് വളരെയധികം സംസാര ഭാഷയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ്. ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണിത്. ഈ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളും കുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇത് ഒരുപാട് സംസാര ഭാഷയിലൊക്കെ നിരന്തരം കടന്നു വരുന്നൊരു സാധനമാണ്. ഇത് നമ്മൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം, അത് ആവശ്യമാണ്. അത് ഇങ്ങനെ ഓരോ സെൻറ്റൻസായിട്ട് പറഞ്ഞു തരാം. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇത് ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഹാഡ് ആസ്ക്ഡ് നമ്മൾ പഠിച്ച ടെൻസാണ്, പാസ്റ്റ് പെർഫെക്റ്റ്. നീ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ, ഇഫ് എന്ന് വെച്ചാൽ എങ്കിൽ എന്നാണ് അർത്ഥം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതാണ് അതൊന്നും എടുത്ത് പറയാത്തത്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, നീ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ, ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഐ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ടോ, ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഇങ്ങനെ പറയണമെങ്കിൽ ഈ ഒരു വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളേ പറ്റുള്ളൂ. ആ ടെൻസ് തന്നെ, ആ സ്ട്രക്ചർ തന്നെ ഉപയോഗിക്കണം. ഇത് സംസാര ഭാഷയിൽ നിരന്തരം കടന്നു വരുന്നതാണ്. ഞാനത് ചെയ്യുമായിരുന്നു, ഞാൻ അവിടെ പോകുമായിരുന്നു, ഞാൻ പോകൂലായിരുന്നു, നീ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ കാണില്ലായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് ഉണ്ടാവും. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഇഫ് യു ആസ്ക്ഡ് മീ എന്ന് പറയരുത്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, ചോദിച്ചിരുന്നുവെങ്കിൽ, ചോദിച്ചെങ്കിൽ എന്നല്ല, ചോദിച്ചിരുന്നുവെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സാധനമാണ്. നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? അവൻ എന്നോട് ചോദിച്ചില്ല, ഞാൻ അവനെ സഹായിച്ചില്ല. ഇതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്ന് പറയുന്നത്
മറ്റേയാൾ എന്നോട് ഒന്നും ചോദിച്ചുമില്ല, അതുകൊണ്ട് ഞാൻ അയാളെ സഹായിച്ചുമില്ല. നടക്കാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. നടക്കുമായിരുന്നു, വേറെ ചില സംഗതികളൊക്കെ ഒത്തു വന്നിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. പക്ഷേ ഈ സംഭവം നടന്നിട്ടില്ല. അപ്പോഴാണ് ഈ വുഡ് ഹാവ് വരുന്നത്. നീ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ, അവൻ ചോദിച്ചില്ല, അതുകൊണ്ട് സഹായിച്ചുമില്ല. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇഫ് യു ഹാഡ് വാണ്ട് മീ, എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നുവെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ, ഞാൻ അവിടെ പോവുകയില്ലായിരുന്നു എന്നുള്ളതാണ്. ഇഫ് യു ഹാഡ് വാണ്ട് മീ ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. പക്ഷേ അവിടെ പോയി, അതാണ് കുഴപ്പം പറ്റിയത്. അവിടെ പോയി എന്താ സംഭവം? കുഴപ്പമായി, പോകാൻ പാടില്ല സ്ഥലമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, നീ എന്നെ വാൺ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ അവിടെ പോവുകയില്ലായിരുന്നു. നീ അവിടെ പോയി, അവിടെയാണ് ഈ കുഴപ്പം വന്നത്. ഇഫ് യു ഹാഡ് വാണ്ട് മീ ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. അപ്പം സംഭവം എന്ത് പറ്റി? വാൺ ചെയ്തില്ല. വാൺ ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റി? ഇയാൾ അവിടെ പോയി അപകടത്തിൽ ചാടി. അപ്പോഴാണ് പറഞ്ഞത്, നീ എൻ്റെ അടുത്ത് അത് പറയാത്തത്, നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. അപ്പോൾ ഇഫ് യു ഹാഡ് വാണ്ട് മീ ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. ഇത് വളരെ ഉപയോഗമുള്ള സ്ട്രക്ചറാണ്. അതുപോലെ വേറൊന്നാണ്, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി. അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി എന്ന് പറഞ്ഞാൽ തെറ്റ്. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ഹാവ് പർച്ചേസ്ഡ് എ BMW കാർ. എനിക്ക് ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു BMW കാർ വാങ്ങിക്കുമായിരുന്നു. വാങ്ങിച്ചില്ല എന്നാണ് അർത്ഥം. വാങ്ങിക്കാത്ത എന്താണ് കാരണം? പണമില്ല. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് പർച്ചേസ്ഡ് എ BMW കാർ. വാങ്ങിച്ചില്ല. ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. വാൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. പക്ഷേ അവൻ പോയി അപകടത്തിൽ ചാടി. അപ്പോഴാണ് പറയുന്നത്, ഇഫ് യു ഹാഡ് വാൺ മീ ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. അതുപോലെ ഇവിടെ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, എനിക്ക് പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് പർച്ചേസ്ഡ് എ BMW കാർ. പക്ഷേ പണവുമില്ല, വാങ്ങിച്ചുമില്ല. അതാണ് ഈ ടെൻഡൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനത് ചെയ്യുമായിരുന്നു, ചെയ്യില്ലായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ വേറെ പറയുന്നത്, ഇഫ് ഐ ഹാഡ് ഇനഫ് സ്ട്രെങ്ത്, എനിക്ക് മതിയായ ആരോഗ്യം, ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഐ കുഡ് ഹാവ് മൂവ്ഡ് ദിസ് ഹെവി ബോക്സ്. എനിക്ക് വുഡല്ല, ശ്രദ്ധിക്കൂ, ഈ തടിച്ച ഭാരമുള്ള പെട്ടി മാറ്റാൻ കഴിയുമായിരുന്നു. എങ്ങനെ? എനിക്ക് ഇഫ് ഐ ഹാഡ് ഇനഫ് സ്ട്രെങ്ത്, മതിയായ ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? മതിയായ ശക്തി ഇല്ലെന്നും അത് കാരണം പെട്ടി മാറ്റാനും പറ്റിയില്ല എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ കുഡ് ഹാവും വുഡ് ഹാവ് വളരെ നല്ലതായിട്ട് പഠിക്കണം. വുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഹാഡ് ആസ്ക്ഡ്, ഹാഡ് വാണ്ട്, ഹാഡ് ഇനഫ് മണി, ഹാഡ് ഇനഫ് സ്ട്രെങ്ത് എന്നൊക്കെ വരും. പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ആദ്യത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒന്ന് പോകാൻ കഴിയുമായിരുന്നു, മാറ്റാൻ കഴിയുമായിരുന്നു, മറ്റേത് വാങ്ങാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ കുഡ് ഹാവ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ കുഡ് ഹാവ് പർച്ചേസ്ഡ് എ BMW കാർ. കുഡ് ഹാവ് ഉപയോഗിക്കാം, വാങ്ങിക്കാൻ കഴിയുമായിരുന്നു, വാങ്ങിക്കുമായിരുന്നു, രണ്ടും ഉപയോഗിക്കാം. അതാണ് സെൻറ്റൻസ്. വുഡും കുഡും. ഇത് നിങ്ങൾ ഒന്ന് ബാക്കിയുള്ള സെൻറ്റൻസ് നിങ്ങൾ തനിച്ചിരുന്ന് പഠിക്കണം. ബാക്കി ഈ എപ്പോഴും ഹെൽപ്ഡ് ഗോളൊന്നുമല്ല, വേറെ സെൻറ്റൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. തനിച്ച് പഠിക്കണം. ഇതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് ഇതാണ്. നീ എന്നോട് ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിച്ചില്ല. ചോദിച്ചിരുന്നെങ്കിൽ സഹായിക്കുമായിരുന്നു. നീ എന്നോട് മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകില്ലായിരുന്നു. എനിക്ക് ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കുമായിരുന്നു. ആവശ്യത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് 15 ഈ 15ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മോഡൽ വെർബ്സ് ആണ്. ക്യാൻ, കുഡ്, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇതെല്ലാം നമ്മൾ പഠിച്ചു. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറാണ്. പോയിരിക്കണം, യു മസ്റ്റ് ഗോ, നീ പോകണം ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദ്യങ്ങളിട്ടാൽ പറഞ്ഞു തരുന്നതിന് യാതൊരു മടിയും എനിക്കില്ല. കൃത്യമായിട്ട് മറുപടി തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.